ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മലസ്മോളിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ആ സർപ്രൈസ് ട്രിപ്പ് നമ്മൾ റെഡിയാക്കിയേക്കാണ്. ലഗേജൊക്കെ ആയി ഹാപ്പിയായി ഞങ്ങളെല്ലാവരും സെറ്റായി ഇറങ്ങിയിട്ടോ. ഇനി കുട്ടിയും അമ്മയും ഷാനേട്ടനും ഞാനും പൊളി വൈബായിരുന്നു. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പാണ് കേട്ടോ. ഹായ്, നമ്മളപ്പോൾ ഐൽ ഓഫ് മാൻ ഫെറി ടെർമിനലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇവിടെ 7:15 നമുക്ക് ടൈം പറഞ്ഞിരുമ്പോൾ കുറച്ച് നേരത്തെ എത്തി. കാരണം എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ തന്നെ അതൊരു ബുദ്ധിമുട്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ട്. സോ ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ട്. അപ്പം നമ്മളവരൊക്കെ കുറച്ചേരൊക്കെ പരിചയപ്പെട്ടു. ഇവിടെ ഇനി അകത്ത് പോയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. എന്താ ചെക്കിനില്ല? ഓക്കെ. നമ്മൾ ടെർമിനലിൽ നേരത്തെ എത്തിയിട്ടോ. അപ്പോഴാണ് അറിയുന്നത് നമ്മുടെ സ്വന്തം ജംഷേദ്ക്കാരുടെ ഫ്ലാറ്റ് അവിടെ തൊട്ട് ഫ്രണ്ടിലാണ്. ഒട്ടും വൈകിയില്ല, നേരെ ഞങ്ങൾ അങ്ങോട്ട് ഇട്ടു. അവിടെ ചെന്ന് നല്ല ചൂടുള്ള പഴംപൊരിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം അവരെല്ലാവരും നമ്മളെ യാത്ര അയക്കാനുണ്ടായിരുന്നു കേട്ടോ. കിടക്കുന്നുണ്ടോ വൻപൻ ഷിപ്പ്. അവനെ നമ്മളെ നോക്കി നിൽക്കുമായിരുന്നു. ഇനി അടുത്ത നമ്മുടെ എയിം അവനാണ്. നമ്മളത് ഒന്നിച്ച് വർത്താനൊക്കെ പറഞ്ഞ് നേരെ ടെർമിനലിലേക്ക് എത്തി. ഇതിൻ്റെ എൻട്രി ബോർഡ് ഇതാണ് കേട്ടോ. വെൽക്കം ഐൽ ഓഫ് മാൻ ഫെറി ടെർമിനൽ. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കുറച്ചായിട്ട് സംസാരിച്ച് ചെക്ക് ഇൻ ചെയ്യണമല്ലോ. ലഗേജ് എല്ലാം നമ്മൾ കയറ്റി വിട്ടു അകത്തോട്ട്. എന്നിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറി. നമുക്ക് ബാഗ് മാത്രമേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. സെയിം നമ്മുടെ ഫ്ലൈറ്റിലുള്ള സെയിം പ്രൊസീജിയർ തന്നെയായിരുന്നു അവിടെ കേട്ടോ. ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഒരു ഇൻട്രോ വീഡിയോ പോലെ എടുത്തതാണ്. മീൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഷാനേട്ടൻ അവിടെ ചെക്കിങ് പരിപാടിയിലൊക്കെയാണ്. സോ നമ്മളവിടെ നിന്നൊക്കെ സംസാരിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് നേരെ നമ്മൾ അകത്തോട്ട് കയറാണ് കേട്ടോ. അവിടെ ചെന്ന് നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. പക്ഷേ നെവ് ഉള്ളത് കൊണ്ട് വെയിറ്റിംഗ് ടൈമൊക്കെ വളരെ കുറവറിയാമല്ലോ. കുഞ്ഞുവാവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടല്ലോ. സോ നമുക്ക് സ്റ്റാർട്ടിങ് മുതലേ അവർ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെവ് ഉള്ളതുകൊണ്ട് മാത്രം കേട്ടോ. നെവ് പ്രഗ്നൻസിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇവിടെ നല്ല എല്ലാവരും ഇമ്പോർട്ടൻസ് അവർ തരും. സോ നമുക്ക് അങ്ങനെ ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളവർ ചെക്ക് ഇൻ ചെയ്തിട്ട് അകത്തോട്ട് വേഗം തന്നെ വിട്ടു. സോ അതിന് സന്തോഷമാണ് നമുക്കെല്ലാവർക്കും. ഒട്ടും നമ്മൾ ലാഗ് അടിച്ചതേ ഇല്ല. സ്മൂത്തായിട്ട് കാര്യങ്ങളെല്ലാം പോയി. ഇവിടെയാണ് നമ്മൾ വെയിറ്റിംഗ് പോയിൻ്റ് ഇവിടെയാണ് കേട്ടോ. ഇവിടെ കണ്ടോ എല്ലാവരും വന്നിരിക്കുന്നുണ്ട്. സോ നമ്മളവിടെ ഇരുന്നു. നമുക്ക് അവിടെ നിന്നൊരു കാർഡ് തരും. ABCD അങ്ങനെ ആൽഫബറ്റിക് ഓർഡറിൽ ഒരു കാർഡാണ് തരിക, ഒരു ഗ്രീൻ കാർഡ്. സോ അതിനനുസരിച്ചിട്ടാണ് അവർ വിളിക്കുക. പക്ഷെ നമ്മൾ D ആയിരുന്നു. നേരത്തെ പറഞ്ഞാൽ നെവ് ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്മൂത്തായിട്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റി കേട്ടോ. എല്ലാവരും ഹാപ്പിയാണ്, അടിച്ച് പൊളിച്ച് ഒരു ഫെറി ട്രിപ്പ് അങ്ങ് എൻജോയ് ചെയ്തു. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയ ഫെറിയിൽ കയറുന്നത് ആദ്യമായിട്ട്. സോ എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മയും കൂടി കൊണ്ടുപോകാൻ പറ്റിയല്ലോ. അമ്മയ്ക്കും കൂടി അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതിന് വലിയൊരു സന്തോഷം. അമ്മയും ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം അവരൊന്നും ഇതുവരെ ഭയങ്കര പേടിയുള്ള ആളാണ്. കടലിൽ ബീച്ചിൽ പോയാൽ പോലും അമ്മ ഇറങ്ങില്ല. അത്രയും പേടിയുള്ള ഒരാളെ നമ്മൾ കൊണ്ടുപോയി. അകത്തതേ ഇതാണ് ഫെറിയുടെ അകത്ത്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടുക്കുള്ള ഒരു ഫെറിയിലാണ് നമ്മൾ എന്നുള്ളൊരു ഫീൽ നമുക്ക് ഉണ്ടാവില്ല. ശരിക്കും പുറത്തൊക്കെ ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോഴുള്ള ഒരു അറ്റ്മോസ്ഫിയർ മാത്രമാണ് കേട്ടോ. അതിനകത്ത് ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. നല്ലൊരു വൈബായിരുന്നു അതിനകത്ത്. സീറ്റുകളാണെങ്കിലും ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് ഇരിക്കാം, ഉറങ്ങാം. നമുക്ക് യാതൊരുവിധ ഡിസ്കംഫർട്ട് അവിടെ തോന്നില്ല കേട്ടോ. ഒരുപാട് സീറ്റ്സുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അകത്തിരുന്ന് തന്നെ നമ്മൾ ഔട്ടർ വ്യൂ അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല ഓരോ പോർഷനാക്കിയിട്ടാണ് സീറ്റുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ കുഴപ്പമില്ല. അതിൽ തന്നെ സിനിമ ലോഞ്ച് ഉണ്ട്, പ്രീമിയം ലോഞ്ച് ഉണ്ട്, അതുപോലെ നോർമൽ ലോഞ്ചുകൾ വരുന്നുണ്ട്. പിന്നെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള വേറെ ലോഞ്ച് വരുന്നുണ്ട്. സോ നമ്മളതാണ് ചൂസ് ചെയ്തത്. ലിറ്റിൽ പീപ്പിൾസിനുള്ള പ്ലേ ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ കയറി പോകുന്നത് നേരെ പ്രീമിയം ലോഞ്ചിലേക്കാണ് കേട്ടോ. പക്ഷേ നമുക്കത് അവിടെ അബദ്ധം പറ്റി. നമ്മൾ ആദ്യം അത് മുൻകൂട്ടി തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തേ നമ്മളത് ബുക്ക് ചെയ്യണമായിരുന്നു. ഇതെല്ലാം റിസർവ്ഡ് സീറ്റ്സ്. നമുക്ക് അറിയണ്ടായിരുന്നില്ല. നേരെ അങ്ങ് കയറിപ്പോയി. അതിനുശേഷമാണ് അറിയുന്നത്. അവിടുത്തെ നമ്മുടെ സ്റ്റാഫ് നമ്മളോട് പറഞ്ഞു അവിടെ ഈ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാതെയുള്ള സീറ്റുകൾ നമുക്ക്
നമുക്ക് യൂസ് ചെയ്യാം, ബാക്കിയെല്ലാം റിസർവ്ഡ് ആണ്. അപ്പോൾ നമ്മൾ നേരെ ബ്ലിങ്കി താഴത്തോട്ട് പോന്നു. നമ്മുടെ ഏരിയയിലേക്ക് നമ്മൾ എത്തി. അവിടെ ചെന്ന് നമ്മൾ കംഫർട്ടായിട്ടുള്ളൊരു സീറ്റ് ചൂസ് ചെയ്യാണ് ഉണ്ടായത്. ഫസ്റ്റ് ഒരു ടേബിളൊക്കെ ഉള്ള സീറ്റ് നമ്മൾ ചൂസ് ചെയ്യും. കാരണം എല്ലാം ഉണ്ട്, നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും അവിടെ തിരഞ്ഞെടുക്കാം. അവിടെ നോ പ്രോബ്ലം, അവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇവിടെയുള്ളതിലൊന്നും നമ്മൾ റിസർവ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ കംഫർട്ടായിട്ടുള്ളൊരു സീറ്റ് തന്നെ ചൂസ് ചെയ്തു. അവിടെ അങ്ങ് ഇരിക്കാൻ പോവുകയാണ്. കാരണം നെവും കൂടി ഓക്കെ ആവണമല്ലോ. സോ അവിടെ പിള്ളേരെല്ലാവരും ഉള്ളതുകൊണ്ട് അവളും ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഓടി നടക്കുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മൊത്തത്തിൽ ഇടയ്ക്കൊന്ന് കുറച്ച് നേരം ഒന്ന് മയങ്ങി എന്നല്ലാതെ അവൾ ഫുൾ ടൈം ഓട്ടമായിരുന്നു. ഷാനേട്ടാ നമുക്ക് ഇവർ രണ്ടുപേരോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് അവരുടെ എക്സ്പീരിയൻസ് എന്നുള്ളത്. നമ്മളിപ്പം ഓൾമോസ്റ്റ് 9:30 ആയിട്ടോ, 10:30 പറഞ്ഞിട്ടുള്ളത്. നമ്മൾ റീച്ചിങ് ടൈം വേണ്ടത് 10:30 കേട്ടോ. ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, കാരണം ഇവിടെ ഓപ്പൺ പ്ലേസ് ആയതുകൊണ്ട് എത്രത്തോളം കേൾക്കുന്ന അറിഞ്ഞുകൂടാ കേട്ടോ. എന്നാലും നമുക്ക് ചോദിച്ചു നോക്കിയേക്കാം ഷാനലിനോ അമ്മയോട് എങ്ങനെയുണ്ട് നമ്മുടെ ഫസ്റ്റ് ഫെറി എക്സ്പീരിയൻസ് ഉള്ളത്. ഷാനേട്ടാ ഒളിഞ്ഞിക്ക. ഷാനേട്ടാ എങ്ങനെയുണ്ട് പറ ഐ ലവ് മാൻ ഫെറി? ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. ഒരു എക്കണോമി നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു അപ്പോൾ ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളൊരു പാസഞ്ചർ ഫെറിയാണ്. നമുക്ക് കാറിൻ്റെ കാറും കൊണ്ടുവരാം, ഫുഡ് പാസഞ്ചറുണ്ട്. ആക്ച്വലി ഓൾമോസ്റ്റ് ഫുള്ളാണ് ഫെറി, കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫുള്ളി ആൾക്കാർ കാറ്റിലാണ്. പിന്നെ ഐലോഫ്മാൻ എന്ന് പറഞ്ഞൊരു സ്ഥലം ഒരു ദ്വീപാണ്, അറിയാലോ. ഒരു രണ്ട് രാജ്യങ്ങളുടെ ഇടയിലുള്ളൊരു കുഞ്ഞു ദ്വീപാണ് ഐലോഫ്മാൻ. അങ്ങോട്ടുള്ള ആകൊരു ഫെറി ലിവർപൂളിൽ നിന്നാണുള്ളത്. പിന്നെ ഉള്ളത് ഹേഷാം പറഞ്ഞൊരു സ്ഥലത്തു നിന്നും ആണുള്ളത്. ഈ പാക്കറ്റിൻ്റെ സർവീസ് ലിവർപൂളിൽ നിന്നുള്ളത്. അത് മുൻകൂട്ടിയിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ചീപ്പായിട്ട് കിട്ടും. പിന്നെ ഫ്ലൈറ്റ് ഉണ്ട് മാഞ്ചസ്റ്ററിൽ നിന്ന് ലിവർപൂളിൽ നിന്നുണ്ട്. അപ്പോൾ ഈ ഫെറിയുടെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഉള്ളൊരു നല്ലൊരു ഒരു ട്രിപ്പിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഫെറി. ഇനി ബാക്കി നമുക്ക് ഐലഫ്മെൻറ്റിൽ എത്തിയിട്ട് ബാക്കി. ഓക്കെ, നെവുവിൻ്റെ അഭിപ്രായം എന്താ? നെവുവിൻ്റെ അഭിപ്രായം എന്താ? നെവു ഇഷ്ടമായോ? നെവു ഭയങ്കര ബിസിയാണ്, ഫ്രൈസ് കഴിച്ചോണ്ടിരിക്കുക. നെവു ഒരു ഹായ് പറഞ്ഞേ. നെവു അപ്പു എവിടെ? അപ്പു എവിടെ? ഒരു ഹായ് പറ. ഹായ്. ഇങ്ങനെ പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി കാത്തിരിക്കാനുണ്ട്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഫെറിയിൽ വരുന്നത്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഭയങ്കര കംഫർട്ടാണ് നമ്മളിൽ. ശരിക്കും അമ്മയോട് ചോദിച്ചു നോക്കിയത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അമ്മയുടെ ഒരു അനുഭവം എന്നുള്ളത് പറഞ്ഞു. ഫെറിയിൽ ആദ്യമായിട്ട് കയറുകയാണ്, നല്ല നമുക്ക് ഇതിനകത്താന്ന് തോന്നുന്നില്ല അല്ലേ? ഫെറിയിലാണ് തോന്നുന്നില്ല. ഇതിനകത്തിരിക്കുന്നവരും ഇരിക്കുന്ന ചെറിയൊരു അനക്കും മാത്രം അറിയില്ല, അനക്കും മാത്രം അറിയില്ല. പിള്ളേരുടെ ആ ഒരു സെക്ഷൻ ആയതുകൊണ്ട് പിള്ളേർ ഓട്ടവും ചാട്ടവും കളിയും കണ്ടതുകൊണ്ട് നല്ലൊരു ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഫുഡ് കോർട്ടൊക്കെ ഫുഡൊക്കെ വാങ്ങിച്ച് ഫുഡൊക്കെ കഴിക്കാം, എല്ലാം ഉണ്ട്, എല്ലാ സാധനവും. നമ്മുടെ നാട്ടിലിതുപോലെ കപ്പലിൽ പോലും കയറാത്ത ആൾക്കാരായിട്ട് അത്ര പേടി. അത് കാരണം ഞങ്ങളല്ല നമ്മുടെ ബോട്ടിലും ഞാൻ ബീച്ചിൽ പോയ കാല് പോലും നനപ്പില്ല. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ബീച്ചുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് പോലും അമ്മ വെള്ളത്തിൽ കാല് പോലും നനച്ചില്ല ബീച്ചിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നത്. പിന്നെ ഇത് കയറിയിട്ട് ഇരുന്നപ്പോൾ ഓക്കെ ആയില്ല. ഓക്കെ നമ്മളങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ.
കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ശരിക്കും 11 മണിക്കാണ് ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യേണ്ട സമയം. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേനും സമയം 11:15 ഒരു മെയിൻ ഇൻഫർമേഷനിലൂടെ തരാനുള്ള എന്താ വെച്ചാൽ അവിടെ നമുക്ക് ഊബറില്ല. ഈ കാണുന്ന ടെലി ക്യാബ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്താലേ അവർ നമ്മളെ ആ ടൈമിന് പിക്ക് ചെയ്യാൻ വരുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ക്യാബിൽ, അതും അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളെ കൊണ്ടുപോകുള്ളൂ. നമ്മളിതിലൂടെ പഠിച്ചൊരു പാഠമായിരുന്നു, അവിടെ ഊബർ ഇല്ല, ടെലി ക്യാബ്സ് മാത്രമേ ഉള്ളൂ. അത് മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം രാത്രി കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് ടെൻഷനായിരുന്നു നമുക്ക്. പക്ഷേ ഓക്കെ ആയി. ഇതാണ് നമ്മുടെ ഹോട്ടൽ വെൽബെക്ക്. അടിപൊളി ഹോട്ടലാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു അവിടെ കൂടുതലും അപ്പാർട്ട്മെൻറ്റ്സ് ആണ് കേട്ടോ. ഒരുപാട് അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇത് ഐൽ ഓഫ് മാൻ കംപ്ലീറ്റ് അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. വീടുകളൊക്കെ കാണുമെങ്കിൽ കുറച്ചുകൂടി ഉള്ളിലോട്ട് പോയാലാണ് ഒരുപാട് വീടുകൾ കാണാം. നമുക്ക് നല്ലൊരു സൗകര്യമുള്ള അപ്പാർട്ട്മെൻറ്റ്സ് തന്നെയാണ് കേട്ടോ കിട്ടിയത്. കാരണം അവിടെ നമ്മളൊരു ലോഞ്ചും ഒരു ബെഡും ആയിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്, കിച്ചണും. പക്ഷെ നമുക്ക് 3 ബെഡും അതിനൊപ്പം ആ ഒരു ബെഡ് ഫുൾ കിങ് സൈസ് ബെഡായിരുന്നു. അതിനോടൊപ്പം ലോഞ്ചും കിച്ചണും ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. കുക്ക് ചെയ്യാനൊക്കെ സുഖമായിരുന്നു നമുക്ക്. അപ്പോൾ ഓക്കെ, ഇനി ബാക്കിയുള്ള വീഡിയോ നമുക്ക് നാളെ കാണാം. ഓക്കെ, വളരെ ടയേർഡാണ്. സീ യു ഗൈസ്, ബൈ ബൈ, ഗുഡ് നൈറ്റ്.